ഓക്കെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡ്രിഫ്റ്റ് വെലോസിറ്റി തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചായിരുന്നു. എന്താണ് ഇലക്ട്രിസിറ്റി, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇനി എന്താണ് ഇലക്ട്രോൺസിൻ്റെ അല്ലെങ്കിൽ ആ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സപ്പോസ് നിങ്ങൾ ഒരു കണ്ടക്ടർ നിങ്ങളുടെ എടുക്കുക. സപ്പോസ് ഈ പേനയാന്ന് വെച്ചു, ഈ പേനയുടെ ക്യാപ്പ് ഒരു കണ്ടക്ടറാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഈ ഫ്രീ ഇലക്ട്രോൺസ് ഇതിനകത്ത് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ഇത് ടച്ച് ചെയ്തിട്ടും എനിക്ക് ഷോക്ക് ഏൽക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ന്യൂട്രലാണ്. അറ്റ് ദിസ് പൊസിഷൻ അല്ലെങ്കിൽ അറ്റ് ദിസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ന്യൂട്രൽ. ഓക്കെ, കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, എല്ലാം പരസ്പരം ക്യാൻസലായി പോവുകയാണ്. ഓക്കെ, അപ്പം നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പം ഞാൻ ഇതിനെ 2D ആയിട്ട് വരച്ചേക്കുവാണ് ഈ പേപ്പറിനകത്ത്. ഇപ്പം നിങ്ങൾ കൺസിഡർ ചെയ്യുക ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിൻ്റെ ഒരു വോളിയം ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഇപ്പം ഇത് നിങ്ങൾ 3D ആയിട്ട് സങ്കല്പിക്കണം. അപ്പം ഈ വോളിയത്തിനകത്ത് n നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വെച്ചോ, ഫ്രീ ഇലക്ട്രോൺസ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് സ്മോൾ v ആയിട്ട് എടുത്തുകൊള്ളുക. ഓക്കെ, ഞാൻ പറഞ്ഞു ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങനെ എപ്പോഴും അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി, ഓക്കെ, നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം ഡിസ്റ്റൻസ് എന്താണും ഡിസ്പ്ലേസ്മെന്റ് എന്താണും ഇത് തമ്മിലുള്ള വ്യത്യാസവും, അതുപോലെ സ്പീഡ് എന്താണും സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസവും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടുന്ന് ഇപ്പം സപ്പോസ് ഞാൻ എന്ന ഒരു വ്യക്തി എ എന്ന പൊസിഷനിൽ നിന്ന് ബി എന്ന പൊസിഷനിലോട്ട് വരുവാണ്. അപ്പം പല പാത്തി എനിക്ക് വരാൻ പറ്റും. ഓക്കെ, അപ്പം ഈ പാത്ത് ഇതിൽ കൂടി പോകുന്നതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയും വരാം, ഇതെല്ലാം ഡിസ്റ്റൻസ് ആണ്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എയും ബിയും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഓക്കെ, സോറി ഫോർ ദി ബാഡ് ഹാൻഡ് റൈറ്റിംഗ്. ഓക്കെ, സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ വെലോസിറ്റി ആണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പം എനിക്കാണെങ്കിൽ ഇപ്പം സപ്പോസ് എൻ്റെ വീട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ഞാൻ പോകണം, എനിക്ക് ഒരുപാട് വേസിൽ കൂടി പോകാൻ പറ്റും അല്ലേ. അപ്പം അതെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ് അല്ലേ, ഡിസ്റ്റൻസ് ആണ്. അപ്പം അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്പീഡാണ്. പക്ഷേ ഞാൻ എ ടു ബി പോവാണ്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോകുന്നത്. അതിനെ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്, മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ടു പോയിന്റ്സ്. അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, നിങ്ങളുടെ അറിവിലേക്കാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, അപ്പം വി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദാറ്റ് ഫ്രീ ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും. അപ്പം സപ്പോസ് ഈ dt എന്ന് പറയുന്ന സമയം കൊണ്ടാണ് ഇത് സഞ്ചരിക്കുന്നത്. ഇപ്പം വളരെ ചെറിയ ഷോർട്ട് ടൈം ആയതുകൊണ്ടാണ് ടൈമിനെ dt ആയിട്ട് എടുക്കുന്നത്. ഈ dt എന്ന് പറയുന്ന ടൈം കൊണ്ടാണ് ഈ വെലോസിറ്റിയിൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഓർ നമുക്കിവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പം ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണത് എന്തായാലും വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, വി ഇൻറ്റു ഡി ടി. സപ്പോസ് ഈ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇപ്പം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എടുക്കാം ക്യാപിറ്റൽ എ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ബി ക്യാപിറ്റൽ എ. സോ അന്നേരം വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും, വോളിയം എന്ന് പറയുമ്പോൾ ഈ ക്രോസ് സെക്ഷൻ ഏരിയ ഇൻറ്റു ഇത്രയും ഡിസ്പ്ലേസ്മെന്റ്, അതായത് വോളിയം
ഈസ് ഈക്വൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പം നിങ്ങൾ ക്രോസ് സെക്ഷൻ ഏരിയ ഇങ്ങനെ നിങ്ങൾ 3D ആയിട്ട് സങ്കല്പിക്കണം. അപ്പം ഈ സൈഡ് ഇൻറ്റു ഇപ്പം ഇത് 3D ആയിട്ട് സങ്കല്പിക്കണം, അതർ ഫേസ് ആണ്. അപ്പം സപ്പോസ് ഇതാണ് എൻ്റെ കണ്ടക്ടറെങ്കിൽ ഇതാണ് ക്രോസ് സെക്ഷൻ ഏരിയ. ഓക്കെ, ഇതാണ് ക്രോസ് സെക്ഷൻ ഏരിയ, ഇതാണ് എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ഇത്രയും ലെന്ത് അല്ലേ? അപ്പം എ ഇൻറ്റു വി ഡി ടി. അപ്പം ഓരോ ടേംസ് കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അപ്പം എയുടെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ ആണ്. അപ്പം ഈ വോളിയത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മീറ്റർ ക്യൂബാണ് വരിക. അപ്പം ഞാനിവിടെ ഇതിൻ്റെ യൂണിറ്റ് എഴുതിയേക്കുന്നു. ഇത് മീറ്ററാണ്. ഓക്കെ, ഇത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇത് സെക്കൻഡ്സ്, മില്ലി സെക്കൻഡ്സ്, സെക്കൻഡ്സിൽ നമുക്ക് സ്റ്റാൻഡേർഡ് യൂണിറ്റ് എടുക്കാം. ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ്, അതുകൊണ്ടാണ് ഡി ടി എടുത്തേക്കുന്നത്. ഓക്കെ, വളരെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ്, ഇതുകൊണ്ടാണ്. സപ്പോസ് സ്മോൾ ഇ ബി ദി ചാർജ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ. ഓക്കെ, ചാർജ് ഓഫ് ഈച്ച് ഇലക്ട്രോണിൻ്റെ, ഫ്രീ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഞാൻ ഇ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, സ്മോൾ ഇ ആയിട്ട് നമുക്കൊരു എക്സ്പ്രഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ടോട്ടൽ ചാർജ് വിച്ച് ക്രോസസ് ദി സെക്ഷൻ ഇൻ ടൈം ഡി ടി ഈസ് ഡി ക്യു എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ ഏരിയ കൂടി ക്രോസ് ചെയ്യുന്ന ചാർജസ്, ടോട്ടൽ ചാർജുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വോളിയമാണ് നമുക്ക് വേണ്ടത്, ഇൻറ്റു എന്താണ്? വി ഡി ടി. അപ്പം ഡി ക്യു, ഈ ഒരു വോളിയത്തിൻ്റെ ചാർജാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതൊരു വോളിയമാണ്, 3D ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ഓക്കെ, അപ്പം ഇതിനകത്തെ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ വോളിയം ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ. അതാണ് ടോട്ടൽ ചാർജ്. ഈ വോളിയത്തിൻ്റെ ടോട്ടൽ ചാർജ് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പം നമുക്ക് കിട്ടി NEA V dt. ഓക്കെ, ഇനി എന്താണ് കറണ്ട് എന്ന് പറഞ്ഞാൽ? കറണ്ട് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് എന്താണ്? ഫ്ലോ ഓഫ് ചാർജ് ആണ് അല്ലേ? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ്, അതാണ് കറണ്ട്. കറണ്ടിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് കറണ്ട് ഈസ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് അല്ലേ? അപ്പം നമുക്ക് ചാർജ് കിട്ടി, ഡി ക്യു ആയിട്ട് കിട്ടി അല്ലേ? അപ്പം നമുക്ക് ഐ എന്നെടുക്കാം. സ്മോൾ ഐ ഇസ് ദ ചാർജ് ഫ്ലോയിങ് ത്രൂ ഇറ്റ്, അല്ലെങ്കിൽ ചാർജ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്, ഐ എന്നെടുക്കാം. അപ്പം ഐ എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ്. അപ്പം ഡി ക്യു ഡിവൈഡഡ് ബൈ ഡി ടി വിത്ത് റെസ്പെക്ട് ടു ടൈം, അതാണ് ഡി ക്യു ഡിവൈഡഡ് ബൈ ഡി ടി. അപ്പം എന്താണ് കിട്ടുക? എൻ നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഇ എ വി ഡി ടി ഡിവൈഡഡ് ബൈ ഡി ടി. എന്ത് കിട്ടും? നിങ്ങൾ തന്നെ പറയൂ. NAEV അല്ലേ? ഇത്രയും ആംബിയേഴ്സ്, ഇത്രയും ആംബിയർ ആയിരിക്കും. നമ്മുടെ കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംബിയർ. ഓക്കെ, ഇനി കറണ്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്. കറണ്ട് ഡെൻസിറ്റി അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്മോൾ ജെ വെച്ചാണ്. എന്ന് പറഞ്ഞാൽ കറണ്ട് ഡിവൈഡഡ് ബൈ ദാറ്റ് ഏരിയ. ഓക്കെ, ഐ ഡിവൈഡഡ് ബൈ എ. നമ്മൾ ഡെൻസിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നിങ്ങൾ മാത്തമാറ്റിക്സിൽ പല ടൈപ്പ് ഡെൻസിറ്റി പഠിക്കുമായിരിക്കും. ഫിസിക്സിലൊക്കെ ലീനിയർ ഉണ്ട്, വോളിമെട്രിക് ഉണ്ട്, ഏരിയ ഉണ്ട്, ഡിവൈഡ് ബൈ ഏരിയ ഉണ്ട്, ഡിവൈഡ് ബൈ ലെന്ത് ഉണ്ട്, ഡിവൈഡ് ബൈ വോളിയം ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് നമുക്ക് ഡെൻസിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിൻ്റെ ആപ്ലിക്കേഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ എടുക്കുക. ഇവിടെ നമുക്ക് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് എടുക്കുന്നത്. നിങ്ങളൊന്നും ചിന്തിക്കേണ്ട, ജസ്റ്റ് കറണ്ട് ഡെൻസിറ്റി ഈസിക്വൽ ടു ആ കറണ്ട് ഡിവൈഡഡ് ബൈ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ. അപ്പോൾ എന്തായിരിക്കും കിട്ടുക? ഇവിടെ NAEV ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പം ഇതും ക്യാൻസൽ ആയിപ്പോയി. NEV എന്താണ് യൂണിറ്റ്? ആംബിയർ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ആംബിയർ പെർ മീറ്റർ സ്ക്വയർ. ഇത് ആംബിയറിന്റെ സിമ്പിളാണ് കേട്ടോ, ആംബിയർ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ആംബിയേഴ്സ് ഓർ എ എന്നാണ് സിമ്പിൾ ഇടുക, തെറ്റിപ്പോകരുത്. ഓക്കെ, അപ്പം
അപ്പം നമ്മുടെ സപ്പോസ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇപ്പം പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? ഒരു കണ്ടക്ടർ, എ കണ്ടക്ടർ മെറ്റീരിയൽ ഹാസ് എ ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓഫ് 10⁻²4 electrons per meter cube. When a voltage is applied, a constant drift velocity of 1.5 into 10⁻² meter per second is attained by the electrons. If the cross-sectional area of the material is 1 centimeter square, calculate the magnitude of the current. Electronic charge is 1.6 into 10⁻⁻90 coulombs. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കൂളംസ് ആണ്. പിന്നെ റെപ്രസെൻ്റ് ചെയ്യുക സി വെച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ക്വാണ്ടിറ്റി, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എടുക്കുകയാണെങ്കിൽ തന്നെ അതിനെ എന്തായിട്ട് റെപ്രസെൻ്റ്, അതിൻ്റെ യൂണിറ്റ് വെച്ച്, SI യൂണിറ്റിലുള്ള യൂണിറ്റ് വെച്ച് നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യണം. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആൻസറൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഏത് ക്വാണ്ടിറ്റിയുടെ ആണ് എഴുതുന്നതെങ്കിലും അതിൻ്റെ യൂണിറ്റ് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ നോക്കുക, ഇതിൽ യൂണിറ്റ് ഇല്ലാത്ത ഏത് ക്വാണ്ടിറ്റിയാണ് ഉള്ളത്? ഇപ്പം ഇലക്ട്രോൺ ചാർജ് ഈ കൂളംസ് ഉണ്ട്, ഏരിയയ്ക്ക് മീറ്റർ സ്ക്വയർ ഉണ്ട്, വെലോസിറ്റിക്ക് മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ടൈമിന് സെക്കൻഡ്സ് ഉണ്ട്, ഇവിടെയും ടൈമിന് സെക്കൻഡ്സ് ഉണ്ട്. ഇവിടെ യൂണിറ്റ് ഇല്ലാത്തതെന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, അല്ലേ? ഇവിടെ എന്നിന് മാത്രമേ യൂണിറ്റ് ഇല്ലാത്തതുകൊണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത് കൗണ്ടാണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, കൗണ്ടാണ് പറയുന്നത്, ഇത്ര എണ്ണം, അല്ലേ? അതിന് യൂണിറ്റ് ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കടന്നു വരാം. അപ്പം ക്വസ്റ്റ്യന് എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് തന്നിട്ടുള്ളതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു 10⁻²4. അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് തന്നിരിക്കുന്നത്. 1 സെൻറ്റിമീറ്റർ സ്ക്വയർ, അതിന് നമ്മൾ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം നമ്മുടെ SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 1/100 × 100 മീറ്റർ സ്ക്വയർ, ഐ മീൻ 10⁻⁻4 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അതേപോലെ ഒരു ഫ്രീ ഇലക്ട്രോണിൻ്റെ ചാർജ് തന്നിട്ടുണ്ട് 1.6 × 10⁻⁻90 കൂളംസ്. ഓക്കെ, കൂളംസ്. അതുപോലെ തന്നെ നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട് ഇൻ മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 1.5 × 10⁻⁻2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? NAEE. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആംബിയേഴ്സ് ആണ്. അപ്പം നമുക്ക് N അറിയാം, A അറിയാം, E അറിയാം, V അറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പം നമുക്ക് ആൻസർ കിട്ടും. അപ്പം ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം N എന്ന് പറഞ്ഞാൽ 10⁻24 ആണ്. കണക്കാണ്, നിങ്ങൾ ചെയ്ത് പഠിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ വീഡിയോ കണ്ടെന്ന് വെച്ച് മനസ്സിലാക്കണമെന്നില്ല, നിങ്ങൾ ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പം ഏരിയ എന്ന് പറയുന്നത് 10⁻⁻4 ആണ്. ഇൻറ്റു 1. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുമ്പം 1.6 × 10⁻⁻90 ഇൻറ്റു എന്താണ് 1.5 × 10⁻⁻2. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, നമുക്ക് 0.24 ആംസ് എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മുടെ ഇലക്ട്രോണിൻ്റെ അല്ലെങ്കിൽ ഈ ഫ്രീ ഇലക്ട്രോൺസ് നമ്മുടെ ഈ കണ്ടക്ടറിൽ കൂടി പാസ് ചെയ്യുകയാണ്, അല്ലേ? അതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അതിനെയാണ് നമ്മൾ പറയുന്നത് കറണ്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സപ്പോസ് ഞാൻ പറഞ്ഞു ഇലക്ട്രിസിറ്റിയുടെ സ്പീഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു ലൈറ്റ്, ഐ മീൻ 3 lakh km/s ആണ്, അല്ലേ? ഒറ്റ സെക്കൻഡിൽ അത് 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. ഓക്കെ, എന്ന് വെച്ച് ഒരിക്കലും ഇപ്പം നമ്മൾ ഒരു ബാറ്ററി എടുത്ത് വെക്കുക, ഇപ്പം ഈ ഒരു കണ്ടക്ടറിൽ കണക്ട് ചെയ്തേക്കുക, ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഒരിക്കലും 3 ലക്ഷം കിലോമീറ്ററിലല്ല ഇവിടെ എത്തുന്നത്. അപ്പം നിങ്ങൾ സപ്പോസ് ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം.
നമ്മുടെ വാട്ടർ അതോറിറ്റി അവിടെ വലിയൊരു ടാങ്ക് ആണ് അല്ലേ. ഓക്കെ, വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് വെള്ളം വരികയാണ്. വലിയ ടാങ്കാണ്, വാട്ടർ ടാങ്കാണ്. ഓക്കെ, നമ്മുടെ വീടാണ്. ഇപ്പം നമ്മുടെ വീട് ടാപ്പ് തുറന്നാൽ അപ്പോൾ നമുക്ക് വെള്ളം കിട്ടും അല്ലേ. നമ്മുടെ ഈ വാട്ടർ ഈ ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് വരുന്നത്. പക്ഷെ നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ അപ്പം തന്നെ വെള്ളം കിട്ടുന്നുണ്ട്. ആ സമയത്ത് എന്താണ്, ഇവിടുത്തെ വാട്ടർ ലെവൽ കുറയുന്നുണ്ട്, ഈ വാട്ടർ മോളിക്യൂൾസ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ന് വെച്ച് നമുക്ക് അറ്റ് എ ടൈം തന്നെ നമുക്ക് വാട്ടർ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ഈ മോളിക്യൂൾ ഒരിക്കലും ഇവിടെ എത്തുന്നുണ്ടോ? ഇല്ല. ഈ വാട്ടർ മോളിക്യൂൾസ് ഇവിടെ എത്തിയിട്ടേ ഉള്ളായിരിക്കും ആ സമയത്ത് അല്ലേ. അതേപോലെ തന്നെയാണ് നമ്മൾ ഒരു സർക്യൂട്ടിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇവിടെ നമുക്ക് കറണ്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഈ ഫ്രീ ഇലക്ട്രോൺസ് ഇവിടെ എത്തുന്നുണ്ടോ? ഇല്ല. ഇതെല്ലാം ഒരു വേവ്സ് ആണ്, വേവായിട്ട് പോവുകയാണ്. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ബോഡിയിലെല്ലാം ഇതുപോലെ തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇലക്ട്രിക് പൾസസ് വേണം. നമ്മുടെ ന്യൂറോൺസ് അല്ലെങ്കിൽ ബ്രെയിനൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് കറണ്ടൊക്കെ ഉണ്ട്. അവിടെ എല്ലാം ഈ ടൈപ്പിലുള്ള വർക്കിംഗ് ആണ് നടക്കുന്നത്. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ റെയിൽ പാളം കണ്ടതാണ് അല്ലേ. അപ്പം ട്രെയിൻ ഇവിടെ പാസ് ചെയ്യുകയാണ് അല്ലേ. ട്രെയിൻ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും, ഇതിന് ഹൈ വൈബ്രേഷൻസ് ഉണ്ട്. ഈ സൗണ്ട് കേൾക്കാം അല്ലേ. ഈ പാളത്തിൽ കൂടി ഇവിടെ സൗണ്ട് കേൾക്കാം. എന്ന് വെച്ച് ഈ ഇവിടുത്തെ ആറ്റംസ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ഈ ആറ്റംസ് അല്ല ഇവിടെ വന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. ഈ വേവ്സ് ഇങ്ങനെ പാസ് ചെയ്യിക്കുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ കറണ്ടും. ഓക്കെ, ഒരിക്കലും ഈ ഫ്രീ ഇലക്ട്രോൺസ് 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ഇവിടെ എത്തിച്ചേരുകയില്ല. ഈ ഇലക്ട്രോൺസ് ഇവിടെ തന്നെ കുറച്ച് മില്ലിമീറ്റർ ഒക്കെ ആയിരിക്കും മൂവ് ചെയ്തേക്കുന്നത്. പക്ഷെ അതിന്റെ വേവ്സ്, ആ വൈബ്രേഷൻസ്, അത് ഇവിടം വരെ എത്തുന്നുണ്ട്. ഓക്കെ, ഇൻ ഡെപ്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കാര്യങ്ങൾ. അപ്പം നമുക്ക് വേറൊരു പ്രോബ്ലത്തിലോട്ട് കിടക്കാം. വേറൊരു പ്രോബ്ലം ഞാൻ എഴുതാം. പ്രോബ്ലം നിങ്ങൾക്ക് കാണാൻ വേണ്ടി എഴുതാം, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഫൈൻഡ് ദി വെലോസിറ്റി of charge leading to 1 ampere current H. Copper conductor of cross section 1 centimeter square and length 10 kilometer. Free density of copper is equal to 8.5 into 10 raised to 28 per meter cube. How long will it take the electric charge to travel from one end of the conductor to the other? Sorry, my handwriting is very bad. Sorry for that. Okay, our question is find the velocity of charge leading to 1 ampere current which flows in a copper conductor of cross section 1 centimeter square. Okay, of cross section 1 centimeter square and length 10 kilometer. Free electron density of copper എന്ന് പറയുന്നത് 8.5 into 10 raised to 28 per meter cube. How long will it take the
electric charge to travel from one end of the conductor to other. That's our question. അപ്പം ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്ക് എന്താണ് ആദ്യമേ നമ്മുടെ ഇക്വേഷൻസ് എഴുതുക. കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? NEAV അല്ലേ? അപ്പം ഇതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. V = എന്ന് പറഞ്ഞാൽ എന്താ? I / എന്താണ്? NEA. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, E എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ, ഒരു ഫ്രീ ഇലക്ട്രോണിൻ്റെ ചാർജ് അല്ലേ? അതുപോലെ A എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, അപ്പം ഇതിനകത്ത് എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് നൽകിയിട്ടുള്ളത്? അപ്പം കറണ്ട് തന്നിട്ടുണ്ട്. I എന്ന് പറയുന്നത് 1 amps ആണ്. അതുപോലെ തന്നെ നമുക്ക് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ എന്താണ്? 8.5 × 10⁻28. ഓക്കെ, ഒരു മീറ്റർ ക്യൂബിൽ 28 ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പിന്നെന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പറയുമ്പം 1 cm² ആണ്. അതിന് നമ്മൾ മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റണം. എളുപ്പമാണ്. 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ എന്താണ്? എത്ര സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ? 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 1 cm² എന്ന് പറയുമ്പോൾ എന്താണ്? പോയിന്റ് അല്ലെങ്കിൽ 1/100 മീറ്റർ ആണ്. 100 മീറ്റർ ആണ് നമ്മുടെ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെൻറ്റിമീറ്റർ² ആകുമ്പം 1/100 × 100 10⁻⁴ cm². ഓക്കെ, 1 സെൻറ്റിമീറ്റർ ആകുമ്പോൾ 1/100. അപ്പം സെൻറ്റിമീറ്റർ² ആയതുകൊണ്ട് 100 × 100. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ശരി, പിന്നെ ഇനി എന്താണ്? നമുക്ക് ഏരിയ കിട്ടി, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടി, E എന്ന് പറയുന്നത്. E നമുക്ക് 1.6 ഇൻറ്റു നമുക്ക് എഴുതാം. ഫ്രീ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുമ്പോൾ 1.6 × 10⁻⁻19 കൂളംസ് ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം V = സോ 1 / 8.5 × 10⁻28 × 1.6 × 10⁻⁻19 × 1 × 10⁻⁴. ഓക്കെ, നിങ്ങൾക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക, ആൻസർ കിട്ടുന്നുണ്ട്. 7.35 × 10⁻⁻7 m/s കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇപ്പം 10⁻⁷ m/s. നമുക്ക് വേറെ രീതി എഴുതാം. 0.735 μm/s.